ഹിന്ദുക്കളുടെ പണം കൊണ്ട് മുസ്ലിം കുട്ടികൾ പഠിക്കണം വേണ്ട എന്നാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സന്ദേശം. അവിടുത്തെ മെഡിക്കൽ കോളേജിൽ ജമ്മു ശ്രീമാത വൈഷ്ണവദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് അവിടെ പ്രവേശനം നേടിയ MBBSന് പ്രവേശനം നേടിയ 50 വിദ്യാർത്ഥികളുടെ പ്രവേശനം ദേശീയ കമ്മീഷൻ ഇടപെട്ട് റദ്ദ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ദേശീയ മെഡിക്കൽ കൗൺസിൽ അംഗങ്ങൾ വന്ന് പരിശോധിക്കുന്ന സമയത്ത് അതില്ല എന്നതിൻ്റെ പേരിൽ പല സ്ഥലത്തും പലപ്പോഴും അഫിലിയേഷൻസൊക്കെ പോകാറുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് VHP വിശ്വ ഹിന്ദു പരിഷത്ത് അതിൻ്റെ പ്രവർത്തകരും ഒക്കെ സംഘം ചേർന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ശ്ലാഘിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. കാരണം ഈ വൈഷ്ണവദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റിൻ്റെ മെഡിക്കൽ കോളേജാണത്. ഇതിനു വേണ്ടി പണം മുടക്കിയിട്ടുള്ള മുഴുവനും ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ പണം മുടക്കി ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജിൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ മാത്രം പഠിക്കുന്നതിൽ എന്ത് ന്യായം എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ നീറ്റ് പരീക്ഷ എഴുതി പ്രവേശനം നേടിയ ഈ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം നാമധാരികൾ അവിടെ കൂടുതൽ വന്നത്? ജമ്മു കാശ്മീരാണ് എന്നുള്ളതിൻ്റെ പേരിലാണ്. കാശ്മീരിൽ താമസിക്കുന്ന ആളുകളല്ലാതെ മറ്റാരും തന്നെ ആ മെഡിക്കൽ കോളേജ് പ്രവേശനം നേടാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ നിലനിൽക്കുന്ന ഒരു സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് അവിടെ മാത്രം ജമ്മുവിലും അതുപോലെ കാശ്മീരിലും പഠിക്കുന്ന കുട്ടികളിലെ നീറ്റിന് മെച്ചപ്പെട്ട റാങ്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നടക്കുന്ന പ്രവേശനത്തിന് അങ്ങനത്തെ ഒരു മാനദണ്ഡമുണ്ട് എല്ലായിടത്തും. ആ മാനദണ്ഡമനുസരിച്ച് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ അവിടെ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രശ്നം അതിനെ ന്യായീകരിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനുവേണ്ടി സിന്ധാബാധ വിളിക്കാനും ഒരു കൂട്ടം ആളുകൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വേഷം ധരിച്ച് ജമ്മുവിൽ ആർത്തലച്ചു എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഏതെങ്കിലും മാനേജ്മെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ മുസ്ലിം മാനേജ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെൻ്റ് ആയിരിക്കാം. ഇവിടെയൊക്കെ എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിന് വിരുദ്ധമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഗുണകരമല്ല.